ഓക്കെ, അപ്പൊ നമ്മൾ HCFA പ്രിൻസിപ്പിളിനകത്ത് ഫസ്റ്റ് ഇത് ഹാർഡ് ആസിഡ് എന്താണെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ആസിഡ് എന്താണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ വാങ്ങുന്നവരായിരിക്കണം, ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആയിരിക്കണം ആസിഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഹാർഡ് ആസിഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാർഡ് ആസിഡ്സ് ദീസ് ആർ ലൂയിസ് ആസിഡ്സ് which are smaller in size and whose electron charge cloud are not easily polarizable. These are in general light metal ions with high positive oxidation state. അതായത് ബേസിക് കൺസെപ്റ്റ് നിങ്ങൾ ഇത്രയും ഓർക്കാൻ മതി. ഹാർഡ് ആസിഡ് എന്ന് വെച്ചാൽ എന്താ, ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആണ്, ഇലക്ട്രോണെ വാങ്ങുന്ന ആളായിരിക്കണം. അതായത് ഇലക്ട്രോണെ വാങ്ങാനുള്ള കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് ആസിഡ് സ്ട്രോങ് എന്നുള്ളതല്ല, ഹാർഡ് ആയിക്കൊണ്ടിരിക്കും, ഹാർഡ് ആസിഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉള്ളവരൊക്കെ എന്താണ്, അത്രത്തോളം അത് ഹാർഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോ ഹാർഡ് ആസിഡ്സ് എന്ന് പറയുമ്പോൾ ജനറലി അവരുടെ സൈസ് ചെറുതായിരിക്കും, ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി നല്ല രീതിയിൽ ഉണ്ടാവും. അതായത് ഇലക്ട്രോൺ ചാർജ് ഡെൻസിറ്റി ഉണ്ടാവും എന്നുള്ളതല്ല, ഇലക്ട്രോൺ ചാർജ് ക്ലൗഡ് ഈസിലി പോളറൈസ്ഡ് ആവാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ എച്ച് പ്ലസിന്റെ കയ്യിൽ ഇലക്ട്രോൺ ഇല്ല. ഇപ്പം ലിഥിയം പ്ലസ് എടുക്കാണ്. ലിഥിയം നമുക്കറിയാം വളരെ ചെറിയൊരു എലമെന്റ് ആണ്, നമ്മുടെ പീരിയോഡിക് ടേബിളിൽ തേർഡ് എലമെന്റ് ആണ്. അപ്പൊ ലിഥിയത്തിന്റെ സൈസ് തീരെ ചെറുതാണ്. അപ്പം ആ ലിഥിയത്തിന്റെ സ്മോളർ സൈസ് ആണ്, ആകെ 2 ഇലക്ട്രോൺസേ ഉള്ളൂ. ആ 2 ഇലക്ട്രോണിന്റെ മാക്സിമം അതിന്റെ ന്യൂക്ലിയസ് അതിന്റെ അടുത്തേക്ക് പിടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒട്ടും തന്നെ പോളറൈസബിൾ അല്ല. പോളറൈസബിൾ മീൻസ് കുറച്ചുകൂടി പെട്ടെന്ന് ഈ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, കുറച്ചൊന്ന് ഡീലോക്കലൈസ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉള്ളത്. അതാണ് പോളറൈസബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം ലിഥിയത്തിന്റെ സൈസ് ചെറുതായതുകൊണ്ട് അതിന്റെ ആ ഇലക്ട്രോൺ ക്ലൗഡിന് ലിഥിയത്തിന്റെ ന്യൂക്ലിയസ് മാക്സിമം അതിന്റെ അടുത്തേക്ക് ഇങ്ങനെ പുള്ളി ചെയ്ത് വെച്ചുകൊണ്ടിരിക്കും. ആ ഇലക്ട്രോൺ ഡെൻസിറ്റിനെ ഇച്ചിരി പോലും പുറത്തേക്ക് കൊടുക്കില്ല, അല്ലെങ്കിൽ ഒന്ന് ഡീലോക്കലൈസ്ഡ് ആവാൻ സമ്മതിക്കില്ല. അതാ ഉദ്ദേശിക്കുന്നത് നോട്ട് ഈസിലി പോളറൈസബിൾ. നോട്ട് ഈസിലി പോളറൈസബിൾ. പോളറൈസബിൾ മീൻസ് ഇപ്പൊ ലാർജർ സൈസ് ആണ്, അയോണിന്റെ സൈസ് വളരെ വലുതാണെന്ന് വിചാരിച്ചു. ഇപ്പം അയഡൈഡ് I- എന്ന് പറയുന്ന അയോൺ എടുക്കുകയാണെങ്കിൽ അതിന്റെ സൈസ് എന്താണ്, വളരെ വലിയൊരു അയോൺ ആണ് ഈ I- എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഒക്കെ കുറച്ചുകൂടെ ന്യൂക്ലിയസിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിട്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് ഡീലോക്കലൈസ്ഡ് ആവും, അല്ലെങ്കിൽ അടുത്തൊരാൾ വന്ന് വിളിച്ചാൽ പെട്ടെന്ന് ഈ ഇലക്ട്രോൺ എന്റെ കൂടെ പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ അതാണ് ഈസിലി പോളറൈസബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഹാർഡ് ആസിഡിന്റെ കാര്യത്തിൽ എന്താവാൻ പാടില്ല, നോട്ട് ഈസിലി പോളറൈസബിൾ. അതായത് സ്മോളർ സൈസ് ആയിരിക്കണം, ചാർജ് ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലാണെങ്കിൽ ഒരിക്കലും പെട്ടെന്ന് പോളറൈസ്ഡ് ആവില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണ്. അപ്പൊ അങ്ങനെയുള്ളവരെന്ന് പറയുമ്പോൾ ജനറലി ലൈറ്റ് മെറ്റൽ അയോൺസ് ആയിരിക്കണം വിത്ത് ഹൈ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലായിരിക്കണം. പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ അത്രത്തോളം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും, അടുത്തൊരു ഇലക്ട്രോണെ പെട്ടെന്ന് അവർ വാങ്ങാൻ ശ്രമിക്കും. ഇപ്പൊ ടൈറ്റാനിയം 4+ അയോൺ പോസിറ്റീവ് 4+ ആണ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ അത്രത്തോളം ചാർജ് ഡെൻസിറ്റി, പോസിറ്റീവ് ചാർജ് ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ അടുത്തൊരു ഇലക്ട്രോണെ പെട്ടെന്ന് ഇവര് വാങ്ങാൻ ശ്രമിക്കും. ഇപ്പൊ ടൈറ്റാനിയം 2+നെ കാട്ടിലും ചാർജ് ഡെൻസിറ്റി കൂടുതലാണ് ടൈറ്റാനിയം 4+ന്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇലക്ട്രോണെ പെട്ടെന്ന് അക്സെപ്റ്റിംഗ് ടെൻഡൻസി ടൈറ്റാനിയം 4+നായിരിക്കും. കാരണം അയാൾ അത്രത്തോളം ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടിരിക്കുകയാണ്, സ്മോളർ സൈസ് ആണ്, പെട്ടെന്ന് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഹാർഡ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? സോഫ്റ്റ് ആസിഡ്സ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ആണ്, പേര് പറയണ പോലെ തന്നെയാണ്. ദീസ് ആർ ലൂയിസ് ആസിഡ്സ്. ഇവരും ലൂയിസ് ആസിഡ് ആണ്, ബിക്കോസ് ആസിഡ് ആണല്ലോ സംഭവം. ഹാർഡ് ആണെങ്കിലും സോഫ്റ്റ് ആണെങ്കിലും ആസിഡ് ആണല്ലോ. അപ്പൊ ഇവരും എന്താണ്, ലൂയിസ് ആസിഡ് ആണ്. ഇവർക്കും പ്രോട്ടോണെ അക്സെപ്റ്റിംഗ് ടെൻഡൻസി ഉള്ളവർ തന്നെയാണ്. പക്ഷേ which are larger in size and whose electron charge clouds are easily polarizable. These are generally heavy metal ions with a low positive oxidation state. So soft acids എന്ന് പറഞ്ഞാലും സംഭവം എന്താ, ലൂയിസ് ആസിഡ്സ് തന്നെയാണ്, ഇലക്ട്രോണെ അക്സെപ്റ്റിംഗ് ടെൻഡൻസി ഉള്ളവരാണ്. പക്ഷെ ഇവരുടെ പ്രത്യേകത, ഇവർ കുറച്ചുകൂടെ വലുതായിരിക്കും, സൈസ് കൂടുതലായിരിക്കും. അപ്പം കുറച്ചുകൂടി ഈസിലി പോളറൈസബിൾ ആയിട്ടുള്ള ചാർജ് ആയിരിക്കും. അതായത് സൈസ് വലുതാകുമ്പോഴത്തേനെ ഇപ്പൊ നമ്മൾ പലേഡിയം 2+ അയോണിനെ എടുക്കുന്നു. പലേഡിയം 2+ അയോൺ എന്ന് പറയുമ്പോൾ സൈസ് വളരെ കൂടുതലാണ്. അപ്പം ഓട്ടോമാറ്റിക്കലി അതിന്റെ വാലൻസ് ഇലക്ട്രോൺ ഒക്കെ കുറെ കൂടെ ന്യൂക്ലിയസിന് അകലെ നിൽക്കുന്നവരാണ്, പെട്ടെന്ന് പോളറൈസ്ഡ് ആവും. അടുത്തൊരാൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അട്രാക്ട് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇതെന്താ, ഈസിലി പോളറൈസബിൾ ആണ്, ലാർജർ അയോൺ ആണ്. അപ്പൊ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ സ്റ്റിൽ പലേഡിയം 2+ അയോൺ ആണ്, പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഇലക്ട്രോണെ വാങ്ങും, ഇലക്ട്രോൺ അക്സെപ്റ്റർ തന്നെയാണ്. പക്ഷേ അക്സെപ്റ്റിംഗ് ടെൻഡൻസി മറ്റേ ആളുടെ അത്രത്തോളം വരില്ല. കുറച്ചുകൂടെ ഇത്ര ഓർത്താൽ മതി. അപ്പം സോഫ്റ്റ് ആസിഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെവി മെറ്റൽസ് ആയിരിക്കും. അതായത് നമ്മുടെ ഒരു പീരിയോഡിക് ടേബിളിൽ ഏറ്റവും താഴെ വരുന്ന ആളുകളായിരിക്കും. ഇപ്പം പലേഡിയം താഴെ വരുന്ന ആളല്ലേ, നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത്രത്തോളം താഴെ വരുവാണ്.
അപ്പൊ ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് കൂടാണ്. അപ്പം ഒരു ഗ്രൂപ്പിന് താഴെ വരുന്ന ബോട്ടത്തിൽ വരുന്ന ആളുകളൊക്കെ ലാർജ് സൈസ് ഉള്ളവരായിരിക്കും, ഹെവി മെറ്റൽ അയോൺസ് ആയിരിക്കും. അവരാണ് കൂടുതലും എന്താ സോഫ്റ്റ് ആസിഡ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അവരുടെ പോസിറ്റീവ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോർമലി കുറവായിരിക്കും. ഓക്കെ, അപ്പം നിക്കൽ 2+ എടുക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഹാർഡ് ആയിട്ടുള്ള ആസിഡാണ്. അപ്പൊ നിക്കൽ, പ്ലാറ്റിനം, പലേഡിയം ഇവര് മൂന്നും ഒരേ ഗ്രൂപ്പിൽ വരുന്ന ആളുകളാണ്. പക്ഷെ ഇതിനകത്ത് നിക്കൽ 2+ എന്ന് പറയുന്നത് ഹാർഡ് ആസിഡ് ആണ്, പലേഡിയം 2+ എന്ന് പറയുന്നത് സോഫ്റ്റ് ആസിഡ് ആണ്. മനസ്സിലായോ? അപ്പൊ അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഹെവി മെറ്റൽ അയോൺസ് ഒക്കെ നോർമലി എന്തായിരിക്കും, സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഹാർഡ് ആസിഡ്, സോഫ്റ്റ് ആസിഡ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഹാർഡ് ബേസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവര് നോർമലി എന്താ ലൂയിസ് ബേസ് ആണ്, അതായത് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളാണ്. വിച്ച് പ്രിഫർ ടു കോർഡിനേറ്റ് വിത്ത് ഹാർഡ് ആസിഡ്സ്. These are generally anions or neutral molecules which are not easily polarizable. ഹാർഡ് ബേസ് എന്ന് പറയുമ്പോൾ എന്താ, ലൂയിസ് ബേസ് ആണ്, ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണ്, ലോൺ പെയർ ഡോണേഴ്സ് ആണ്. ഈ ഹാർഡ് ബേസ് ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യും, ഹാർഡ് ആസിഡുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യുന്ന ലോൺ പെയർ ഡോണേഴ്സ് ആണ് ഹാർഡ് ബേസ്. ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്, ഹാർഡ് ആസിഡുമായിട്ട്, അതായത് ഹാർഡ് ആസിഡിന് ലോൺ പെയറിനെ കൊടുക്കാൻ ടെൻഡൻസി ഇല്ല, അല്ലെങ്കിൽ അതിനെ പ്രിഫർ ചെയ്യുന്ന ലൂയിസ് ബേസുകളാണ് ഹാർഡ് ബേസ് എന്ന് പറയുന്നത്. ഹാർഡ് ബേസ് എന്തായിരിക്കും, നോട്ട് ഈസിലി പോളറൈസബിൾ. ഹാർഡ് ആസിഡ് നമ്മൾ പറഞ്ഞു, ദാ നോട്ട് ഈസിലി പോളറൈസബിൾ. ഇൻ ദ സെയിം സെൻസ് ഹാർഡ് ബേസ് എന്ന് പറയുമ്പോൾ അവരും ഈസിലി പോളറൈസബിൾ ആയിട്ടുള്ള ഒന്നല്ല, സ്മോളർ സൈസ് ആയിരിക്കും അയോണ്. ഇപ്പൊ അമോണിയ, വാട്ടർ ഇവരൊക്കെ എന്താ ഹാർഡ് ബേസാ. NH3 എന്താ ലോൺ പെയറിനെ കൊടുക്കും, അതുകൊണ്ട് ഒരു ബേസ് ആണ്. വാട്ടറിന് അത് ഓക്സിജൻ എന്താ ലോൺ പെയറിനെ കൊടുക്കും, ബേസ് ആണ്. പക്ഷെ ഈ നൈട്രജനും ഓക്സിജനും എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം ചെറിയ സൈസുള്ള ആളുകളാണ്. അവരുടെ ഇലക്ട്രോൺ ഡെൻസിറ്റി അത്ര പോളറൈസബിൾ അല്ല, ഈസിലി പോളറൈസബിൾ ആയിട്ടുള്ള ആളുകളല്ല. അപ്പൊ ഈ നൈട്രജൻ ഓക്സിജൻ ഒക്കെ ലോൺ പെയർ ആയിട്ട് വരുന്നവര് മിക്കവാറും എന്തായിരിക്കും, ഹാർഡ് ആയിരിക്കും. നൈട്രജൻ ഓക്സിജൻ ലോൺ പെയർസ് വരുന്ന, നൈട്രജന്റെ കയ്യിൽ ഓക്സിജന്റെ കയ്യിൽ ലോൺ പെയർസ് വരുന്നവര് ജനറലി എന്തായിരിക്കും, ഹാർഡ് ആയിരിക്കും. ഹാർഡ് ബേസസ് ആണ്. ഇനി അതുപോലെ എന്തുണ്ട്, സോഫ്റ്റ് ബേസ് ഉണ്ട്. സോഫ്റ്റ് ബേസ് എന്താണ്, ദേ ആർ അഗെയിൻ ലൂയിസ് ബേസസ്. സോഫ്റ്റ് ബേസ് എന്ന് പറയുന്നത് എന്താ, ലൂയിസ് ബേസ് ആണ്, ലോൺ പെയർ ഡോണേഴ്സ് ആണ്. ബട്ട് ദേ പ്രിഫർ ടു കോർഡിനേറ്റ് വിത്ത് സോഫ്റ്റ് ആസിഡ്സ്. ഇവര് ലൂയിസ് ബേസ് ആണ്, പക്ഷെ അവര് കോർഡിനേറ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നത് സോഫ്റ്റ് ആസിഡ്സുമായിട്ടായിരിക്കും. അതാണ് സോഫ്റ്റ് ബേസിന്റെ പ്രത്യേകത. These are generally anions or neutral molecules which are easily polarizable. നമ്മൾ നേരത്തെ ഹാർഡ് ആസിഡും സോഫ്റ്റ് ആസിഡും പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഹാർഡ് ബേസും സോഫ്റ്റ് ബേസും. സോഫ്റ്റ് ബേസ് ലോൺ പെയറിനെ കൊടുക്കുന്നവരാണ്, പക്ഷേ ഇത് ജനറലി ലാർജർ സൈസ് ഉള്ള ആനയോൺസ് ആയിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, സോഫ്റ്റ് ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവരുടെ ആ ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഈസിലി പോളറൈസബിൾ ആയിരിക്കും. എക്സാമ്പിൾ H മൈനസ്, Cn മൈനസ്, C2H4 അല്ലെങ്കിൽ ഫോസ്ഫറസ്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും നമ്മളെ NR3 എന്ന് എടുത്തു കഴിഞ്ഞാൽ അമീനാണ്, ടെർഷ്യറി അമീനാണ്. നൈട്രജന്റെ കയ്യിലാണ് ലോൺ പെയർ ഇരിക്കുന്നത്, പക്ഷെ ഇതെന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ബേസ് ആണ്. പക്ഷെ നൈട്രജന്റെ സെയിം ഫാമിലി വരുന്ന ആളാണ് ഫോസ്ഫറസ്. NR3യുടെ അനലോഗ് ആണ് PR3 എന്ന് പറയുന്നത്. പക്ഷേ ഫോസ്ഫറസിന്റെ സൈസ് കുറച്ചുകൂടി കൂടുതലാണ്. നൈട്രജൻ, ഫോസ്ഫറസ്, ആർസനിക്, ആന്റിമണി, അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്നത്. അപ്പൊ ഫോസ്ഫറസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ലാർജ് അയോൺ ആണ്. അതിന്റെ ലോൺ പെയറിനെ പെട്ടെന്ന് ഡൊണേറ്റ് ചെയ്യും, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോളറൈസ്ഡ് ആയിട്ടുള്ള ലോൺ പെയർ ആണ്. അപ്പൊ PR3 നമ്മൾ എന്തെന്ന് പറയും, സോഫ്റ്റ് ബേസ് എന്ന് പറയും. അപ്പോ ഇത് ഹാർഡ് ബേസ് ആണ്, പക്ഷെ PR3 എന്തായി, സോഫ്റ്റ് ബേസ് ആയി. ഓക്കെ, അതുപോലെ F മൈനസ് എന്ന് പറയുമ്പോൾ ഹാർഡ് ആയിട്ടുള്ള ബേസാ, പക്ഷെ I മൈനസ് എന്ന് പറയുന്നതോ സോഫ്റ്റ് ആയിട്ടുള്ള ബേസാ. ഓക്കെ, അപ്പൊ അതാണ് ഹാർഡ് ബേസ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഹാർഡ് സോഫ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഹാർഡ് ആസിഡ്സ് എപ്പോഴും ഹാർഡ് ബേസിനെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. സോഫ്റ്റ് ആസിഡ്സോ സോഫ്റ്റ് ബേസോ ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സ്റ്റേബിൾ ആവുന്നത്. ഇനി HSAB പ്രിൻസിപ്പിളിന് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ ആപ്ലിക്കേഷൻസും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ നോട്ട്സിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് നോട്ട്സ് തരാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് എന്തായാലും ഒന്ന് പറയാം. HSAB പ്രിൻസിപ്പിളിന്റെ ആപ്ലിക്കേഷൻസിൽ വരുന്ന ഒന്നാണ്, ഒന്ന് predicting the stability of complex. കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, HSAB പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോ സപ്പോസ് എ എന്ന് പറയുന്ന ഒരു ലൂയിസ് ആസിഡും ബി എന്ന് പറയുന്ന ലൂയിസ് ബേസ്, കാരണം ലോൺ പെയർ ഉണ്ട്, ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് AB എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്തിരിക്കാം. ഈ റിസൾട്ടിംഗ് ആയിട്ട് ഉണ്ടാവുന്ന കോംപ്ലക്സ് എത്രത്തോളം സ്റ്റേബിൾ ആണ് എന്നുള്ളത് നമുക്ക് ഈ HSAB പ്രിൻസിപ്പിൾ വെച്ച് പറയാൻ പറ്റും. ഇപ്പൊ എ എന്ന് പറയുന്ന ആള് ഹാർഡാണ്, ബി എന്ന് പറയുന്ന ബേസും ഹാർഡാണെന്ന് വിചാരിച്ചു. അപ്പൊ ഇത് ഹാർഡായിട്ടുള്ള ആസിഡ്, ഇത് ഹാർഡായിട്ടുള്ള ബേസ്. അപ്പൊ രണ്ടും ഹാർഡ് ആണെങ്കിൽ റിസൾട്ടിംഗ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഹാർഡ് ഇന്ററാക്ഷൻ ആയിരിക്കും. അതായത് AB എന്ന് പറയുന്ന കോംപ്ലക്സ് വളരെ സ്റ്റേബിൾ ആണെന്ന് പറയാം. ഇനി സപ്പോസ്
എ എന്ന് പറയുന്ന ഹാർഡ് ആണ്, ബി എന്ന് പറയുന്ന ബേസ് സോഫ്റ്റ് ആണെന്ന് വിചാരിച്ചു. ഇവർക്കിടയിൽ ഉണ്ടാവുന്ന ഇന്ററാക്ഷൻ ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ ആണ്. അതായത് ഇത് ലെസ് സ്റ്റേബിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഉണ്ടാവുന്ന കോംപ്ലക്സ് എത്ര കണ്ട് സ്റ്റേബിൾ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹാർഡ് ബേസ് കൺസെപ്റ്റ്, ഹാർഡ് സോഫ്റ്റ് കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിൽവർ അയഡൈഡ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ്, Ag F2 മൈനസ് എന്ന് പറയുന്ന വേറൊരു കോംപ്ലക്സ്. ഇവരുടെ രണ്ടുപേരുടെയും കേസിൽ ആരാണ് മോർ സ്റ്റേബിൾ എന്ന് നമ്മൾ പറയുന്നത് HSAB പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ഈ ഒരു കോംപ്ലക്സ് ആണ് ഹൈലി സ്റ്റേബിൾ ആയിട്ടുള്ളത്, ഇത് അൺസ്റ്റേബിൾ ആണ്. കാരണം സിൽവർ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൂയിസ് ആസിഡ് ആണ്. അയഡൈഡ് ആയോ ഇവിടെ Ag(I2) എന്ന് പറയുമ്പോഴത്തേന് അവിടെ ആരൊക്കെയുള്ളത്? Ag പ്ലസും I മൈനസും ആണുള്ളത്. ഓക്കെ, Ag പ്ലസ് എന്ന് പറയുന്നത് ആക്ച്വലി സോഫ്റ്റ്, ഹാർഡ് അല്ല, സോഫ്റ്റ് ആയിട്ടുള്ള ആസിഡ് ആണ്. I മൈനസ് എന്ന് പറയുന്നതോ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അപ്പൊ ഇവര് തമ്മിൽ റിയാക്ട് ചെയ്തിട്ടാണ് Ag(I2) മൈനസ് എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും പറയാം സോഫ്റ്റ് ഇന്ററാക്ഷൻ ആണുള്ളത്, സ്റ്റേബിൾ ആയിരിക്കും കോംപ്ലക്സ്. പക്ഷേ ഈ സെയിം സിൽവർ അയോൺ F മൈനസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം, ഇതെന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ആസിഡ് ആണ്, പക്ഷെ F മൈനസ് എന്ന് പറയുന്നതോ ഹാർഡ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അപ്പൊ ഇവർക്കിടയിൽ ഉണ്ടാവുന്നത് AgF2 മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് ഇന്ററാക്ഷനാ? ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ അല്ലേ ഉള്ളത്. അതായത് ഇത് എന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അങ്ങനെ കോംപ്ലക്സിന്റെ സ്റ്റെബിലിറ്റി പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് HSAB പ്രിൻസിപ്പിൾ യൂസ് ചെയ്യാം. അപ്പൊ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ പ്രെഡിക്റ്റിംഗ് ദ കോഴ്സ് ഓഫ് എ റിയാക്ഷൻ. ഒരു പർട്ടിക്കുലർ റിയാക്ഷൻ എങ്ങനെ നടക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ HSAB പ്രിൻസിപ്പിൾ ആണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ, കാൽഷ്യം സൾഫൈഡും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഉണ്ടാവുന്നത് കാൽഷ്യം ഓക്സൈഡും ഫോം ചെയ്യും, H2S ഹൈഡ്രജൻ സൾഫൈഡും ഫോം ചെയ്യും. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ തന്നെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാൽഷ്യം സൾഫൈഡ് എടുത്തു കഴിഞ്ഞാൽ കാൽഷ്യം 2+ ആൻഡ് S2-. കാൽഷ്യം 2+ എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്, കാൽഷ്യം 2+. S2- എന്ന് പറയുന്നത്, കാൽഷ്യം 2+ എന്ന് പറയുമ്പോൾ Ca2+ സൾഫൈഡ് അയണും കൂടി ചേരുന്നതാണ്. S2- എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. ഇത് ഹാർഡ് ആയിട്ടുള്ള ആസിഡ് ആണ് കാൽഷ്യം 2+. അപ്പൊ ഇവർക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ ആണ്. പക്ഷേ ഈ കാൽഷ്യം സൾഫൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്ക് കാൽഷ്യം ഓക്സൈഡ് ഉണ്ടായി. അത് കാൽഷ്യം 2+ഉം ഇവിടെ ആരൊക്കെ തമ്മിലാണ് ബോണ്ട് ചെയ്തിരിക്കുന്നത്? കാൽഷ്യം 2+ഉം O2- എന്ന് പറയുന്ന ഓക്സൈഡ് ആയണം. കാൽഷ്യം 2+ എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ആസിഡ് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ O2- എന്ന് പറയുന്നതോ അത് ഹാർഡ് ആയിട്ടുള്ള ബേസ് ആണ്. അപ്പൊ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഹാർഡ് ഇന്ററാക്ഷൻ ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്ക് പറയാം കാൽഷ്യം സൾഫൈഡിനെക്കാട്ടിലും മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒന്നാണ് കാൽഷ്യം ഓക്സൈഡ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ മോർ സ്റ്റേബിൾ കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന രീതിയിൽ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. ഓക്കെ, അപ്പൊ റിയാക്ഷന്റെ കോഴ്സ് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? HSAB പ്രിൻസിപ്പിൾ. അടുത്ത ഒരെണ്ണം, അതാണ് സെക്കൻഡ് ആപ്ലിക്കേഷൻ. തേർഡ് ഒരു ആപ്ലിക്കേഷൻ പറയുകയാണെങ്കിൽ പ്രെഡിക്റ്റിംഗ് ദ കോർഡിനേഷൻ ഓഫ് ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സ്. ഇപ്പൊ ആംബിഡെന്റേറ്റ് ലിഗാൻഡ്സിന്റെ കോർഡിനേഷൻ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം SCN- എന്ന് പറയുന്ന ആംബിഡെന്റേറ്റ് ലിഗാൻഡാ. അതായത് SCN- എന്ന് പറയുന്ന ലിഗാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സൾഫർ യൂസ് ചെയ്തും ഒരു മെറ്റലിലേക്ക് കോർഡിനേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിലോ നൈട്രജൻ യൂസ് ചെയ്ത് മെറ്റലിലേക്ക് കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ സൾഫർ വഴി കോർഡിനേറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിലോ നൈട്രജൻ വഴി മെറ്റലിലേക്ക് കോർഡിനേറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ കൊബാൾട്ട് ആണ് നമ്മുടെ മെറ്റൽ എങ്കിൽ കൊബാൾട്ട് നൈട്രജൻ വഴി കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ. കൊബാൾട്ട് നൈട്രജൻ വഴി കോർഡിനേറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്, സൾഫർ വഴി കോർഡിനേറ്റ് ചെയ്യുമ്പോഴല്ല. അതേസമയം പലേഡിയം ആണെങ്കിൽ, പലേഡിയം 2+ എന്ന് പറയുന്ന മെറ്റൽ ആണെങ്കിൽ, ഇവിടെ ഇപ്പൊ കൊബാൾട്ട് 2+ എന്ന് പറയുന്ന മെറ്റൽ നൈട്രജൻ വഴി കോർഡിനേറ്റ് ചെയ്യാൻ പ്രിഫർ ചെയ്യും. പലേഡിയം 2+ ആണെങ്കിൽ പ്രിഫർ ചെയ്യുന്നത് സൾഫർ വഴിയുള്ള കോർഡിനേഷൻ ആയിരിക്കും. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊബാൾട്ട് എന്ന് പറയുന്നത് ഹാർഡ് ആയിട്ടുള്ള ഒരു ആസിഡ് ആണ്, ലൂയിസ് ആസിഡ് ആണ്. നൈട്രജനോ ഹാർഡ് ആയിട്ടുള്ള ബേസ് ആണ്. അപ്പൊ ഹാർഡ് ഇന്ററാക്ഷൻ ആണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ പലേഡിയം 2+ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ലൂയിസ് ആസിഡ് ആണ്. സൾഫർ എന്ന് പറയുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള ആസിഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ സോഫ്റ്റ് ഇന്ററാക്ഷൻ നടക്കും. ഓക്കെ, പക്ഷെ പലേഡിയം NCS എന്ന് എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാവും. കാരണം ഇവരെന്താ, ഇത് സോഫ്റ്റ് ആണ്, ഇത് ഹാർഡ് ആണ്. അപ്പൊ ഹാർഡ് സോഫ്റ്റ് ഇന്ററാക്ഷൻ ഉള്ളത് കൊണ്ട് ഇതെന്തായിരിക്കും? അൺസ്റ്റേബിൾ ആയിരിക്കും. അതുകൊണ്ടാണ് പലേഡിയം 2+ ആണെങ്കിൽ സൾഫർ വഴിയുള്ള കോർഡിനേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്,
പക്ഷെ കോബാൾട്ട് ആണെങ്കിൽ നൈട്രജൻ വഴിയുള്ള കോർഡിനേഷൻ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്.